എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 51 ശ്ലോകം 21, 22, 23, 24, 25, 26, 27, 28, 29, 30 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. രാജാവ് ആ നിദ്ര, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇത്ര കാലമായിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം, അതുകൊണ്ട് അതിനുള്ളൊരു വരം തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രൻ വരം കൊടുക്കുന്നു. മഹാരാജാവ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21, 22. ഏവമുക്തസ്സ വൈ ദേവാൻ അഭിവന്ദ്യ മഹായശാ നിദ്രാമേവ തതോ വവ്രേ സ രാജാ ശ്രമകർഷിത യഃ കശ്ചിന്മമ നിദ്രായ ഭംഗം കുര്യാത് സുരോത്തമാ സഹി ഭസ്മീഭവേദാശു തഥോക്തശ്ച സുരൈസ്തദാ. ദേവന്മാരിങ്ങനെ പറഞ്ഞപ്പോ രാജാവ് ദേവന്മാരെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ സുരശ്രേഷ്ഠന്മാരെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അത് മുഴുവൻ തീരണ വരെ സുഖമായിട്ടുള്ള നിദ്ര ഉണ്ടാവാൻ അനുഗ്രഹിച്ചാൽ മതി. താനെ ഉണരുന്നതല്ലാതെ ആരെങ്കിലും ഒരാളെ എന്റെ നിദ്രയെ ഉണർത്തുന്നതായാൽ അവൻ തൽക്ഷണം ഭസ്മമായിട്ട് ഭവിക്കണം. ആ വരാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ദേവന്മാരെ അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അശയിഷ്ടഗുഹാവിഷ്ടോ നിദ്രയാ ദേവദത്തയാ സ്വാപം യാതം യസ്തു മധ്യേ ബോധയേത്വാം അചേതന സത്വയാ ദൃഷ്ടമാത്രസ്തു ഭസ്മീഭവതു തൽക്ഷണാൽ. ഉറങ്ങണ അങ്ങയെ സ്വയം ഉണരുന്നതിന് മുമ്പ് ബുദ്ധിഹീനനായ ഏതെങ്കിലും ഒരാളെ ഉണർത്തിയാൽ അങ്ങയുടെ ഒരു നോട്ടത്താൽ തന്നെ അവൻ ഭസ്മമായി ഭവിക്കട്ടെ. അങ്ങൊന്ന് നോക്കിയാൽ മതി, അപ്പൊ അവൻ ഭസ്മമായിട്ട് ഭവിക്കും. അതാണ് അവര് കൊടുത്ത വരം. ഇങ്ങനെ ദേവന്മാർ കൊടുത്ത നിദ്രാരൂപമായ വരവും ഗ്രഹിച്ച് ഈ ഗുഹയിൽ പ്രവേശിച്ച് കിടന്നുറങ്ങായിരുന്നു മുചുകുന്ദൻ. അപ്പൊ നമുക്കൊക്കെ മനസ്സിലാവില്ലേ, ഏറ്റവും ഉറക്കമില്ലാത്ത ഒരു ക്ഷീണം ഭയങ്കരം തന്നെയല്ലേ. ഉറക്കമില്ലാത്തവരുടെ സങ്കടം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. യവനേ ഭസ്മസാന്നീതേ ഭഗവാൻ സാത്വദർശഭ ആത്മാനം ദർശയാമാസ മുചുകുന്ദായ ധീമതേ. ഇങ്ങനെ യവനൻ ഭസ്മീഭവിച്ച ശേഷം ഭഗവാൻ ഭക്തപരായണൻ അതിബുദ്ധിമാനും ഭക്തനുമായ മുചുകുന്ദ മഹാരാജാവിന്റെ മുമ്പില് പ്രത്യക്ഷനായിട്ട് വന്നു. തമാലോക്യ ഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭേന വിരാജിതം ചതുർഭുജം രോചമാനം വൈജയന്ത്യാ ചമാലയാ ചാരുപ്രസന്നവദനം പുരൻ മകരകുണ്ടലം പ്രേക്ഷണീയം നൃലോകസ്യ സാനുരാഗസ്മിതേക്ഷണം അപീച്യ വയസം മത്തമൃഗേന്ദ്രോദാരവിക്രമം പര്യപൃച്ഛന്മഹാബുദ്ധി തേജസാ തസ്യ ദർശിത ശങ്കിത ശനകൈരാജ ദുർധർഷമിവ തേജസാ. തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് പ്രത്യക്ഷനായ ഭഗവാൻ പരമദുർലഭമായ തന്റെ ആ വൈഷ്ണവ സ്വരൂപം ഭക്തന് കാട്ടിക്കൊടുക്കുന്നു. കണ്ട മാത്രയിൽ സന്താപത്തെ നശിപ്പിക്കുന്ന ആ മേഘശ്യാമള വർണ്ണം, കാണുന്നവരുടെ ഹൃദയം കവരുന്ന മഞ്ഞ നിറമുള്ള പട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടതാ ഉത്തരിയായിട്ട് ഇട്ടിരിക്കുന്നു. ഭക്തന്മാരെ അപരാധം ചെയ്താലും അവരെ അനുഗ്രഹിക്കുന്നത് തന്റെ സ്വഭാവമാണെന്ന് ബോധിപ്പിക്കുന്ന ആ ശ്രീവത്സം എന്ന അടയാളം ആരിടത്തിൽ എങ്ങനെ വിളങ്ങുന്നുണ്ട്. അതിന്റെ മീതെ കൗസ്തുഭം എന്ന രത്നത്തിന്റെ പ്രഭ, ആ പ്രഭ കൊണ്ട് ആ ഗുഹത്തിലുള്ള അന്ധകാരം മുഴുവനും മാഞ്ഞ് അവിടെ ഇങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വിധ പുരുഷാർത്ഥങ്ങളെയും ഭക്തന് ഏകകാലത്തിൽ നൽകുന്നവൻ ഞാൻ മാത്രമാണ്
എന്ന് ബോധിപ്പിക്കുന്ന 4 കൈകൾ. ബഹുവിധ വർണ്ണങ്ങളുള്ള നാനാവിധ പുഷ്പങ്ങൾ കൊണ്ട് കെട്ടിയ വനമാല ആ മാറിടത്തിൽ ഇങ്ങനെ മനോഹരമായിട്ട് വിളയാടുന്നു. മകരകുണ്ടലങ്ങള് കാതിൽ കിടന്നാടുന്നു. ഈ സ്വരൂപത്തെയാണ് മനുഷ്യൻ കാണേണ്ടത് എന്ന് വിളിച്ചു പറയുന്ന വിധത്തിൽ തേജോമയമായ തന്റെ മുഖത്ത് നോക്കുന്ന ആ രാജാവിനെ കുറിച്ചുള്ള അതിവാത്സല്യത്തെ പ്രകാശിപ്പിക്കുന്ന മട്ടില് ചിരിച്ചുകൊണ്ടിങ്ങനെ നോക്കും. രാജാവ് ഇങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ മുഖത്ത്. അതിവാത്സല്യത്തോടു കൂടിയിട്ടുള്ള ഒരു അതിമനോഹരമായ മന്ദഹാസത്തോടെ രാജാവിനെ നോക്കണു ഭഗവാൻ. ഭഗവാനെ അങ്ങോട്ട് കാണുമ്പോ തന്നെ വേറെ ഒരു വിചാരവും ഇല്ല, എല്ലാം അങ്ങോട്ട് മറക്കുകയാണ്. അത്ര മോഹനമായ യൗവനത്തോടു കൂടി മതിച്ച സിംഹം എന്ന പോലെ മന്ദമായും ഗംഭീരമായും ഓരോ കാലടി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു വരികയാണ് മുജുകുന്ദന്റെ അടുത്തേക്ക്. അപ്പോൾ ആ മുജുകുന്ദൻ തന്റെ സമീപത്തേക്ക് വരുന്ന ആ ഭഗവാനെ കണ്ടു. ആ ദിവ്യദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന അപാരമായ ആ തേജസ്സും കണ്ട മാത്രയിൽ അമ്പരന്നു പോയി മുജുകുന്ദൻ. ഇത് ആരായിരിക്കും ഇത്? പക്ഷെ കുറച്ചു കഴിയുമ്പോ മനസ്സിലായി ബുദ്ധിമാനാണ് അദ്ദേഹം, രാജാവ്. മെല്ലെ മെല്ലെ വളരെ വണക്കത്തോടെ ചോദിക്കുകയാണ്. മുചുകുന്ദ ഉവാച കോ ഭവാനിഹ സംപ്രാപ്തോ വിപിനേ ഗിരിഗഹ്വരേ പദ്ഭ്യാം പത്മബലാശാഭ്യാം വിചരസ്യൊരു കണ്ടകേ. ഇവിടെ വന്നിരിക്കുന്ന നിന്തിരുവടി ആരാണ്? വളരെ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാട്ടിലുള്ള ഈ പർവ്വതത്തിന്റെ ഗുഹയിൽ നടന്നു വരുന്നുണ്ടല്ലോ. അങ്ങയുടെ പാദങ്ങളാകട്ടെ താമരദളങ്ങൾ പോലെ ഏറ്റവും മൃദുലങ്ങളാണ്. അങ്ങനെയുള്ള പാദങ്ങൾ കൊണ്ട് ഈ മുള്ളുകൾ നിറഞ്ഞ ഈ കാട്ടിൽ എന്തിനാ വന്നത്? ഈ ഗുഹയിൽ എന്തിനാ അങ്ങ് വന്നത്? ആരാണ് അങ്ങ്? കിം തേജസ്വിനാം തേജോ ഭഗവാൻ വാ വിഭാവസു സൂര്യ സോമോ മഹേന്ദ്രോ വാ ലോകപാലോ പരോപി വാ. അങ്ങ് ആരാണ് എന്ന് മനസ്സിലാവണില്ല. സകലർക്കും പ്രഭാവത്തെ നൽകുന്ന ആ തേജോധാമം അവിടുന്ന് തന്നെയാണോ? ഭഗവാനല്ലാതെ ആരും ആവില്ല എന്ന് മനസ്സിലാവും. 4 കൈകളൊക്കെ ഉണ്ടല്ലോ. ലോകത്തെ തന്റെ കിരണങ്ങളാൽ ഉണർത്തി ഓരോരുത്തരെയും അവരവരുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന ഭഗവാൻ സൂര്യൻ തന്നെയാണോ അങ്ങ്? സർവസന്താപങ്ങളെയും നശിപ്പിച്ച് ആനന്ദിപ്പിക്കുന്ന ചന്ദ്രനാണോ അവിടുന്ന്? ദേവാധിപത്യം വഹിച്ചിരിക്കുന്ന മഹേന്ദ്രൻ, ആ ദേവേന്ദ്രനാണോ അങ്ങ്? അതോ ലോകപാലന്മാരിൽ മറ്റാരെങ്കിലും ആണോ? ഭഗവാൻ ഇങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ വരുമോ? അതാണ് വിചാരിച്ചത്. അവരാരെങ്കിലും ആയിരിക്കും വിചാരിച്ച് ചോദിക്കേണ്ട, ഇന്ദ്രനാണോ, ചന്ദ്രനാണോ, സൂര്യനാണോ? ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.